നേരം വൈകി പോയിട്ട് ഉസ്താദ് എന്നെ തച്ചോ? ഏയ് ഇല്ലല്ല, എന്നെ ഉസ്താദ് നേരം വൈകി വരരുതെന്ന് പറഞ്ഞതാ. ഇത്ത എന്റെ കൂട്ടുകാരത്തിന്റെ ഉപ്പ പ്രയത്തിനെ കണ്ടിട്ടുണ്ടല്ലോ. ഉപ്പ അതാണ് ഇരിക്കുന്ന, ഉപ്പാനോട് ചോദിച്ചു നോക്കാം. ഉപ്പ ഈ പ്രേതം പറഞ്ഞ എന്താ, നമ്മളെ കാട്ടുവോ? ആരെന്റെ കുട്ടികളെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത്? നമ്മളെ ക്ലാസ്സിലെ കുട്ടിയാ. രണ്ടാളാ കസേര എടുത്ത് ഇവിടെ ഇരിക്കും. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കും. പണ്ട് ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പം എൻ്റെ ചങ്ങായും ദൂരെ ഒരു കല്യാണം കഴിഞ്ഞ് വരികയായിരുന്നു. അന്നാണെങ്കിൽ കറണ്ടും വെളിച്ചമില്ലാത്ത കാലം. കുറേ ദൂരമുണ്ട് പെരേക്കെത്താൻ. നിലാവിൻ്റെ ചെറിയ വെളിച്ചുണ്ടെങ്കിലും ചൂട്ട് എനിക്ക് നല്ലൊരു ധൈര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പാക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പേടി. ഈ ചങ്ങായിക്കാണെങ്കിൽ പേടിയില്ല എന്നല്ല, ഭയങ്കര ധൈര്യവും. നടന്നു വയ്യാതായപ്പോൾ ഞങ്ങൾ മുന്നിൽ കണ്ട പാറമേൽ കുറച്ച് നേരം ഇരുന്നു എന്ന് മാത്രമല്ല, ആ ഇരുത്തം പിന്നെ കിടന്നുറക്കമായി. സത്യത്തിൽ ആ വഴിയും സ്ഥലമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ആ വഴീനെക്കുറിച്ച് പല ആളുകളും പല കഥകളും പറഞ്ഞതായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അതുമല്ല, ആ വഴീൻ്റെ സൈഡിലായിരുന്നു ഒരു ശവപ്പറമ്പുണ്ടായിരുന്നത്. പേടിയും ക്ഷീണവും കാരണം ഞാൻ കുറച്ചു നേരം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ ചെങ്ങായിനെ കാണില്ല. ഓനെങ്ങട്ട പോയതറിയില്ല, ഓനെന്താ പറ്റിയതെന്നറിയില്ല. ആകെ ബേജാറായി നിന്ന് എൻ്റെ മനസ്സിക്ക് ആദ്യം വന്നത് ആ ശവപ്പറമ്പും അതിനെക്കുറിച്ച് ആളുകൾ എന്നോട് പറഞ്ഞ കഥകളുമാണ്. ഞാനാകെ പേടിച്ച് എൻ്റെ കൈയും കാലും വറക്കാൻ തുടങ്ങി. അവിടുന്ന് ഞാൻ നേരെ പാഞ്ഞത് ഓൻ്റെ പുരയേക്കാം. ഓനെ കാണാതായി ഇവരവിടെ അറിയിക്കണമല്ലോ. ഞാൻ വാതിലിന് മുട്ടി വിളിച്ചപ്പോൾ വാതിൽ വന്ന് തുറന്നതും എൻ്റെ ചങ്ങായി തന്നെ. ഓനെ കണ്ടതും ഞാൻ ഒന്നും കൂടി ഒന്ന് ഞെട്ടി. ഈ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഓനോട് ഞാൻ ചോദിച്ചപ്പോൾ ഓൻ പറയാണ്, അന്നെ ഞാൻ വിളിച്ചപ്പോൾ ഈ എന്നോട് പോകാൻ പറഞ്ഞില്ലേ എന്ന്. അവസാനം എൻ്റെ ചങ്ങായി തന്നെ വന്ന് എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി ആ ഒരു ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ആ കാഴ്ച എന്നെ കാണിച്ചപ്പോൾ ഞാനാകെ ചമ്മിപ്പോയി മക്കളെ. പിറ്റേന്ന് ആളുകളൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഈ പ്രേതം പിശാച് എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി.